ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹംസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, നല്ല ഫിഷ് ബിരിയാണി. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നെയ്മീനാണ്, ഏകദേശം 1 കിലോ ഉണ്ട്. നമുക്കിനി മീൻ ആദ്യം നമുക്ക് മസാല തേച്ച് വയ്ക്കാം. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഒരു അര മുറി ചെറുനാരങ്ങ ആവശ്യമുണ്ട്. അതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കുക. നല്ലതുപോലെ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ മസാല എല്ലാം ആക്കി വെച്ചിട്ടുള്ള മീൻ നമുക്ക് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓക്കെ, ഇനി അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. സവാള റഫ് രീതിയിൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നേരത്തെ ചെറിയ രീതിയിലും നീളത്തിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ചെറുതായിട്ട് അരിഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് കുറച്ച് ഞാൻ വെളിച്ചെണ്ണയിലാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് ബിരിയാണിക്ക് ആവശ്യത്തിന് കുറച്ച് സവാള നമുക്ക് മുരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ഏകദേശം 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചത്. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് പെട്ടെന്ന് ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ അതായിട്ടുണ്ട്, നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി സെയിം വെളിച്ചെണ്ണയിലേക്ക് തന്നെ കാഷ്യൂട്ട് കിസ്മിസും ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുമായിട്ടുണ്ട്, നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ സമയം കുറച്ച് കാഷ്യൂട്ട് വെള്ളത്തിൽ നമുക്കൊന്ന് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് മീനെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം മീനെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ശ്രദ്ധിക്കണം, ഞാൻ ആദ്യം നമ്മൾ സവാള ഫ്രൈ ചെയ്യാനെടുത്ത സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എക്സ്ട്രാ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇത് ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മൾ അധികം വെളിച്ചെണ്ണ നെയ്യും അധികം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം ചെറിയ ബ്രൗൺ നിറമായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ മുളക് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു മണം മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഏകദേശം വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നോർമൽ രീതിയിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് കറിവേപ്പില മല്ലിച്ചേപ്പ് പുതിന അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 3/4 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂണോളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തൊന്നാവാം. ഇപ്പം നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനെല്ലാം അതിനകത്ത് ഓരോന്നായിട്ട് നിരത്തി വെക്കണം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ഇടരുത്, അല്ലെങ്കിൽ ഉടഞ്ഞു പോകും. അതിനാലാണ് നമ്മൾ ഇതുപോലെ ഓരോന്നായി നിരത്തി വെക്കുക. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓരോ മീനെടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കാഷ്യൂട്ട് ഒരു ഗ്രൈൻഡറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് വേണം അടിച്ചെടുക്കാൻ. നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ മസാല എല്ലാം ഫിഷിൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം ചെറിയ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ എല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഈ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള കാഷ്യൂനട്ടിൻ്റെ
ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പരത്തി കൊടുക്കാം. പെട്ടെന്ന് ഇളക്കി കൊടുക്കരുത്, പീസുകളെല്ലാം ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ഫിഷും കൂടി അല്ല. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം. അതിലേക്ക് എടുത്തിട്ടുള്ളത് വലിയ ജീരകം, തക്കോലം, കരയാമ്പു, പട്ട, ഏലക്ക. ഓക്കെ, നമ്മൾ ഒരു കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിള വന്നു. അതിലേക്ക് ഞാൻ ഈ പറഞ്ഞു വെച്ചിട്ടുള്ള ജീരകം, തക്കോലത്തിൻ്റെ എല്ലാം കൂട്ട് അതിലിട്ട് കൊടുക്കുക. ഇനി വെള്ളം തിളച്ച് വന്നു. അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ഏകദേശം 3 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് അരിക്ക് വേണ്ടിയുള്ള ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ചിലവർ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമൊക്കെ വെച്ചെടുക്കാറുണ്ട്. ഞാൻ ഈ വെള്ളം ഊറ്റിക്കളയാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അധികം നമുക്ക് ശരീരത്തിലേക്ക് അധികം എണ്ണമൈദൊന്നും കയറത്തില്ല. നമ്മൾ അതിലും പിന്നെ നെയ്യ് ഒഴിച്ച് പിന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇനി നമുക്ക് ഏകദേശം 90% നമുക്ക് വെന്ത് കിട്ടിയാൽ മതി ചോറ്. ഇനി അത് നമുക്കൊരു നെറ്റിലേക്ക് വാരിയെടുക്കാം. ഇനി അതിലേക്ക് ബിരിയാണി ചെമ്പിലേക്ക് നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം നെയ്യ് മാത്രം ഒഴിച്ചാൽ മാത്രം മതി. അതിലേക്കൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ വെന്തിട്ടുള്ള നമ്മുടെ ചോറ് ഏകദേശം കുറച്ച് 1.5 പ്ലേറ്റോളം ചോറ് താഴെ നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മുടെ മീനിൻ്റെ മസാല, മീനും ഓരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ നിരത്തി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം ഉടഞ്ഞു പോകും. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മസാല കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനകത്ത് ചേർത്ത് അതിനകത്ത് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയല്ല, നമ്മൾ എക്സ്ട്രാ പെട്ടെന്ന് കുറേ ചിലവർക്ക് ചിലപ്പോൾ കുറേ നെയ്യൊക്കെ ചേർക്കുന്നത്. അധികം നെയ്യും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. മീനെല്ലാം നമ്മൾ നിരത്തി വെച്ചതിന് ശേഷം മസാലകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള ചോറും കൂടി അതിൻ്റെ മുകളിലേക്ക് നമ്മൾക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ അധികം നെയ്യൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ അതിൽ 1 ടേബിൾ സ്പൂൺ മാത്രം നെയ്യ് മാത്രം അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് പുതിന, മല്ലിച്ചെപ്പിൻ്റെ എല്ലാം ഇലകളെല്ലാം ഒന്ന് ചെറുതായി കട്ട് ചെയ്തെല്ലാം കൂടി അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ സവാളയും കാഷ്യൂനട്ടും കിസ്മിസെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കടായുടെ മൂടി വെച്ച് അടച്ചിട്ട് ഒന്ന് ദം ചെയ്യുക. ഒരു ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ്സ് ജസ്റ്റ് ഓണാക്കി വയ്ക്കുക. ദേ കണ്ടില്ലേ, നമ്മുടെ അടിപൊളി നല്ല ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സൈഡ് ഡിഷായിട്ട് സാലഡും പിക്കിളും ആണ് എടുത്തിരിക്കുന്നത്. ലൈം പിക്കിളും കൂടിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം. താങ്ക് യു.